നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL അടുത്ത് വരുന്നു. നമ്മൾ പതിയെ IPLൻ്റെ ആവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഓരോ ടീമുകളെക്കുറിച്ചും വിശദമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഓൾറെഡി 1-2 വീഡിയോകൾ നമ്മൾ ചെയ്തു വ്യത്യസ്ത ടീമുകളെക്കുറിച്ച്. ഈ വീഡിയോയിൽ നമ്മൾ RCBയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. കഴിഞ്ഞ തവണ അവർ കിരീടക്ഷാമം അവസാനിപ്പിച്ചു. നിലവിലെ ചാമ്പ്യന്മാരാണ് RCBയുടെ ഇത്തവണത്തെ സ്ക്വാഡ് എങ്ങനെ കഴിഞ്ഞ തവണത്തെ സ്ക്വാഡിനേക്കാൾ മികച്ചതാക്കിയോ? വീണ്ടും കിരീടം നേടാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസ് സ്ക്വാഡിനുണ്ടോ? അതൊക്കെ നോക്കിയാണ്. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ കഴിഞ്ഞ പാടെ എല്ലാ ടീമുകളെയും വിശദമായി വിലയിരുത്തി വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അതിനുശേഷം മാസങ്ങൾ കഴിയുമ്പോൾ പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ പതിയെ തല പൊക്കിയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ്, ഫോം ഔട്ടിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി വെച്ചിട്ടുള്ളൊരു വിശകലനമാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളിലോ ഈ പറയുന്നതിലൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ വ്യത്യസ്ത അഭിപ്രായക്കാരായിരിക്കും. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യം നമുക്ക് RCBയുടെ സ്ക്വാഡ് ഒന്ന് എടുത്ത് നോക്കാം. സ്ക്വാഡിൽ ബാറ്റർമാരായിട്ട് രജത് പട്ടിദാർ, ദേവദത്ത് പടിക്കൽ, വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ജിതേഷ് ശർമ്മ, ജോർഡൻ കോക്സ് എന്നിവരുണ്ട്. അതിൽ ഫിൽ സാൾട്ടും ജിതേഷ് ശർമ്മയും ജോർഡൻ കോക്സും വിക്കറ്റ് കീപ്പർ ബാറ്റർമാരാണ്. ഓൾറൗണ്ടേഴ്സായിട്ട് കൃണാൽ പാണ്ഡ്യ, സ്വപ്നിൽ സിംഗ്, ടിം ഡേവിഡ്, റൊമാരിയോ ഷെഫേർഡ്, ജേക്കബ് ബെത്തൽ, വെങ്കിടേഷ് അയ്യർ, അതുപോലെ സാത്വിക് ദേസ്വാൾ, മങ്കേഷ് യാദവ്, വിക്കി ഓസ്വാൾ, വിഹാൻ മൽഹോത്ര, കനിഷ്ക് ചൗഹാൻ എന്നിവരുണ്ട്. ബൗളേഴ്സായിട്ട് ജോഷ് ഹേസൽവുഡ്, അതുപോലെ റാസിക് ധാർ, സുയാഷ് ശർമ്മ, ഭുവനേശ്വർ കുമാർ, നുവാൻ തുഷാര, അഭിനന്ദൻ സിംഗ്, ജേക്കബ് ഡഫി, യാഷ് ദയാൽ എന്നിവരാണുള്ളത്. ഇപ്പോൾ ഈ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ സ്ക്വാഡിനെ ഇങ്ങനെ വർഗീകരിച്ച് പറയുന്നത് IPL ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നിട്ടുള്ള വിവരമനുസരിച്ചാണ്. ഇനി അവരുടെ സ്ക്വാഡ് നമ്മൾ വിശദമായിട്ട് ഒന്നെടുത്ത് നോക്കിയാൽ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ 2025 IPL കിരീടം ചൂടിയ സ്ക്വാഡിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല. ആ സ്ക്വാഡിൻ്റെ കോറിനൊരു മാറ്റവും ഇല്ലാതെയാണ് ഇപ്പോൾ അവർ ഈ വർഷവും ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ ആയിരുന്നല്ലോ, അവരുടെ ഓപ്ഷൻ കഴിഞ്ഞപ്പോഴേ അത് വളരെ വ്യക്തമായിരുന്നു. അവരുടെ സ്ട്രാറ്റജി വളരെ കൃത്യമാണ്. ആ സ്ക്വാഡ്, ആ കോർ സ്ക്വാഡ് ഇൻടാക്റ്റായിട്ട് അവിടെ നിലനിർത്തുക, എന്നിട്ട് കുറച്ച് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ സ്ക്വാഡിലേക്ക് കൊണ്ടുവരിക. ഇതാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടീം ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് ഒന്ന് വെങ്കിടേഷ് അയ്യർ. അതവർ വളരെ ആഗ്രഹിച്ച് സ്ക്വാഡിലേക്ക് കൊണ്ടുവന്ന താരമാണ്. സോ അദ്ദേഹത്തെ ഉപയോഗിച്ച് അവർക്ക് ഇത്തവണ കൂടുതൽ മികവിലേക്ക് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത്. പിന്നെ ജേക്കബ് ഡഫിയെ കൊണ്ടുവന്നു, ജോർഡൻ കോക്സിനെ കൊണ്ടുവന്നു. സോ ഇങ്ങനെയുള്ള താരങ്ങളെ കൊണ്ടുവന്നു. കൂടാതെ യങ് ടാലൻസ് ലൈക്ക് മങ്കേഷ് യാദവ്, സാത്വിക് ദേസ്വാൾ, വിക്കി ഓസ്വാൾ, കനിഷ്ക് ചൗഹാൻ, ഇങ്ങനെയുള്ളവരൊക്കെ അവർ ഓപ്ഷൻ ഡബിളിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ ടീം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒന്നുകൂടി ബെറ്ററാക്കി എടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കറണ്ട് ടൈറ്റിൽ വിന്നിങ് ടീമിനോട് നല്ല രൂപത്തിൽ ബ്ലണ്ടായി പോകും. അങ്ങനെ ടീമിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. നോക്കാം നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുക. കഴിഞ്ഞ തവണ തന്നെ സെറ്റാണ്. അതേപോലെ തന്നെ ഇത്തവണയുണ്ട്. വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടും ചേർന്ന് ഓപ്പണിങ് വെടിക്കെട്ട് തുടക്കം അവർ കൊടുക്കും. ഫിൽ സാൾട്ടൊക്കെ അമ്മാതിരി കളിയാണ്. ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം അത്ര അങ്ങ് മിന്നി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില കളികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ തട്ടുപൊളിപ്പൻ പ്രകടനം വന്നിട്ടുമുണ്ട്. പിന്നെ കിങ് കോഹ്ലി കുറച്ച് കാലമായി T20 കളിച്ചിട്ട്, പക്ഷേ അത് കോഹ്ലിയാണ്. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് ആ ഫോം കളിക്കാൻ പറ്റും. സോ കോഹ്ലിയും സാൾട്ടും, പിന്നെ രജത് പട്ടിദാർ, ടിം ഡേവിഡ്, ഇവരെല്ലാവരും സൂപ്പർ ബാറ്റർമാരാണ്. പിന്നെ ദേവദത്ത് പടിക്കൽ, ജേക്കബ് ബെത്തൽ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബെത്തൽ ഇന്ത്യക്കെതിരെ കളിച്ച കളി നമ്മൾ കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് എന്താണെന്ന് അവിടെ തന്നെ വ്യക്തമാണ്. ജിതേഷ് ശർമ്മ, വെങ്കിടേഷ് അയ്യർ എന്ന് പറഞ്ഞാൽ മിഡിൽ ഓർഡറിലും മികച്ച ബാറ്റിംഗ് ഓപ്ഷൻസ് അവർക്കുണ്ട്. സോ വെൽ റൗണ്ടഡ് ബാറ്റിംഗ് ലൈനപ്പാണ് RCBക്കുള്ളത്. ഇത് ക്ലിക്കായാൽ എതിർ ടീമിന് നല്ല പണി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. സോ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പവർഫുള്ളാണ്. ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യത്തിലേക്ക് പോയാൽ കഴിഞ്ഞ തവണ അവർ കിരീടത്തിലേക്ക് പോകുന്നതിൽ പ്രധാന പങ്കുവഹിച്ചൊരു ഓൾറൗണ്ടർ കൃണാൽ പാണ്ഡ്യയാണ്. ആ കൃണാൽ ഇത്തവണയുമുണ്ട്. പിന്നെ റൊമാരിയോ ഷെഫേർഡുമുണ്ട്. സോ ടീമിന് അതത് മത്സരങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ഓൾറൗണ്ടേഴ്സിൻ്റെ സാന്നിധ്യം സഹായിക്കും. പിന്നെ ബെത്തലും വെങ്കിടേഷും ഒക്കെ ബൗൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണല്ലോ.
ബെത്തലിൻ്റെ ബൗളിംഗ് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ വെങ്കടേഷ് അയ്യരുടെ ബൗളിംഗ് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. സോ കൂടുതൽ ഓപ്ഷൻസ് അവരുടെ ബൗളിങ്ങിന് ഇത്തവണ ലഭിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഓൾറൗണ്ടേഴ്സുമുണ്ട്. ബൗളിങ്ങോ ജോഷ് ഹേസൽവുഡ് തന്നെയാണ് അവരുടെ തുരുപ്പ് ചീട്ട്. പക്ഷേ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരെന്താണെന്നറിയോ? ഹേസൽവുഡിന് തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നാണ്. അതൊരു ഇഷ്യൂ ആണ്. ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും സീസണിൻ്റെ ബേസ്ഡായിട്ടുള്ള ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡുമാണ് അവരുടെ ബൗളിങ്ങിൻ്റെ മുഖമുദ്ര എന്ന് പറയാം. സോ ബാറ്റർമാർക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഡ്യൂ ആണ് അവർ. പിന്നെ ജേക്കബ് ഡഫിയെ അവർ തവണ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നുവാൻ തുഷാരയുണ്ട്. സോ ക്വാളിറ്റി ഓവർസീസ് പേസ് ഓപ്ഷൻസ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഹേസൽവുഡ് ഇല്ലെങ്കിൽ ഡഫിയോ തുഷാരയോ കളിക്കാനുള്ള സാധ്യതയാണ് നമുക്കവിടെ കാണാൻ പറ്റുക. പിന്നെ യാഷ് ദയാൽ കഴിഞ്ഞ ടൂർണമെൻറ്റിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാളാണ്. പക്ഷേ യാഷ് ദയാലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ IPLന് ശേഷം അദ്ദേഹം കോമ്പറ്റിറ്റീവ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബുദ്ധിമുട്ടിലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കൺസേൺ ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ബൗളിങ്ങിലുള്ള കൺസേൺസ് ഇതാണ്. ജോഷ് ഹേസൽവുഡിൻ്റെ പരിക്ക്, അദ്ദേഹം ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ മിസ് ചെയ്തേക്കും. അതുപോലെ തന്നെ യാഷ് ദയാലിൻ്റെ ഈ ഒരു അവസ്ഥ. അത് കൂടാതെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃണാൽ പാണ്ഡ്യ 4 ഓവർ അദ്ദേഹത്തിൻ്റെ മികച്ച ഫിംഗർ സ്പിൻ അങ്ങനെ കടന്നു പോകും. പക്ഷേ RCBക്ക് റിസ്റ്റ് സ്പിന്നർമാരുടെ ഒരു കണക്കെടുക്കുമ്പോൾ ഡെപ്ത് വളരെ കുറവാണ്. സുയാഷ് ശർമ്മയുണ്ട്, അദ്ദേഹമാണ് മെയിൻ ലെഗ് സ്പിന്നർ. ദെൻ പിന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാനുള്ള മറ്റ് ഓപ്ഷൻസ് കുറവാണ്. അതൊരു പക്ഷേ മിഡിൽ ഫേസിൽ ചിന്നസ്വാമി പോലുള്ള ഒരു പിച്ചിൽ നല്ല സ്കോർ വരാൻ സാധ്യതയുള്ളൊരു പിച്ചിൽ എതിരാളികൾ റണ്ണടിച്ചു കൂട്ടാനുള്ളൊരു കാരണമായിട്ട് മാറിയേക്കും. സോ കൺസേൺസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബൗളിങ്ങിൽ ഇപ്പോഴും കൺസേൺസ് ഉണ്ട്. ജോഷ് ഹേസൽവുഡ് ഇഞ്ചുറിയുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാന കൺസേൺ. പിന്നെ ഈ പറഞ്ഞ പോലെ റിസ്റ്റ് സ്പിന്നേഴ്സിൻ്റെ കാര്യത്തിലുള്ള ആ ഒരു ലഭ്യത കുറവ്. ഏതായാലും ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതവർ കവർ ചെയ്യുന്നതിനെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ നല്ല രൂപത്തിൽ തന്നെ കിരീടം ചൂടിയതാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ താരം കഴിഞ്ഞ IPL ക്യാമ്പയിനിലും നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിന് പലപ്പോഴും ഇങ്ങനെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് വീണ്ടും ഇത്തവണയും RCBയെ ബാധിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ RCBയുടെ ഒരു പ്ലേയിങ് 11 നമ്മൾ നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട് ഓപ്പൺ ചെയ്യും. പിന്നാലെ രജത് പട്ടിദാർ വരും. ദെൻ ദേവദത്ത് പടിക്കൽ, ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മ, ദെൻ ടിൻ ഡേവിഡ്, കൃണാൽ പാണ്ഡ്യ, റൊമാരിയോ ഷെഫേർഡ്, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, യാഷ് ദയാൽ, ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് സുയാഷ് ശർമ്മ. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പിന്നെ ഈ ഇമ്പാക്റ്റ് പ്ലെയറൊക്കെ അതത് കളിക്കനുസരിച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഈ ഹേസൽവുഡിന് പകരം ആര് ബൗൾ ചെയ്യുന്നുള്ളതുണ്ട്. ഡഫി അല്ലെങ്കിൽ നുവാൻ തുഷാര ഒക്കെ വന്നു കഴിഞ്ഞാൽ സംഗതി നടക്കും. പക്ഷേ അത് ജോഷ് ഹേസൽവുഡിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം. ഏതായാലും ഈ സ്ക്വാഡ് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. കഴിഞ്ഞ തവണത്തെ ടൈറ്റിൽ വിന്നിങ് സ്ക്വാഡ് അതുപോലെ തന്നെ ഉണ്ട്. ചെറിയ ചില വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അവർ മികച്ച അഡീഷൻസ് കൂടി നടത്തിയിട്ടുണ്ട്. ഏതായാലും ആരൊക്കെ ആയിരിക്കും അവരുടെ ആദ്യ മത്സരത്തിൽ ഇറങ്ങുക എന്ന് കണ്ടാണ്. പ്രത്യേകിച്ച് ഈ ഭരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ള ഈ ഒരു സന്ദർഭത്തിൽ. എന്നാൽ പോലും വലിയ പ്രതീക്ഷയിലാണ് RCBയുടെ ആരാധകരുള്ളത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മികച്ചൊരു തുടക്കം ഇട്ടുകൊണ്ട് ഇത്തവണ അവരവരുടെ ടൈറ്റിൽ ഡിഫെൻഡിങ് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. നിങ്ങളുടെ അഭിപ്രായം ഈ ടീമിനെ കുറിച്ചും ഈ കോമ്പിനേഷൻസിനെ കുറിച്ചും ഒക്കെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.